എന്റെ അമ്മേ. കുത്തി കുത്തി നീ മുറത്തെ കയറി കൊത്തുവരണം. ഏത് മുറം? നിനക്കൊന്നും അറിയില്ലല്ലേ? ഒരു അഭ്യുദയകാംക്ഷി. ഞങ്ങൾ ഇത്തിരി സന്തോഷത്തോടെ കഴിയുന്ന നിനക്ക് ഇഷ്ടാവണ്ടല്ലടാ. ദേ ഞങ്ങളുടെ ബന്ധം തകർക്കാൻ നോക്കിയാലുണ്ടല്ലോ, അടിച്ച് നിന്റെ മുട്ടി ഓടിക്കും. നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കരുതെന്നല്ലേ? എന്റെ മുട്ട തല്ലി ഒടിച്ചിട്ട് എന്റെ ഭാര്യയോടൊപ്പം നിനക്ക് പൊറുക്കണം. ആരാരുടെ മുട്ട തല്ലി ഒടിക്കുമെന്ന് നമുക്ക് കാണാം. വരൂ, കമ്മിങ്. ഇങ്ങോട്ട് സിറ്റ് ഡൗൺ. ഇരിക്കൂ. ആ പിന്നെ അണ്ണാമാരെ അവിടെ വെക്കൂ. പേഷ്യൻസ് മാത്രം ഇവിടെ ഇരുന്നാ മതി. അറ്റൻഡേഴ്സിനെ ആവശ്യമുള്ളപ്പോ വിളിക്കാം. ആ ഫസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? കള്ളക്കാമുകനകത്തുള്ളത് കൊണ്ടാണ് വാതിൽ തുറക്കാത്തതെന്ന് പറഞ്ഞ് ബഹളം കൂട്ടി. നാട്ടുകാരുടെ മുമ്പിൽ മാനം പോവാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. സാരമല്ല, നമുക്ക് സമീപനം മാറ്റാം. സിഗ്മണ്ട് ഫ്രോയിഡ് തെറാപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. എന്നതാ സിഗ്മണ്ട് ഫ്രോയിഡ് തെറാപ്പി? അതായത് വശീകരണ തന്ത്രം. തികച്ചും മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ്. അതിന് എന്നാ ചെയ്യണം? ആദ്യം ഈ ചിണുകൾ ഉപേക്ഷിക്കണം, എന്നിട്ട് പുഞ്ചിരിക്കണം. കുളിച്ചൊരുങ്ങി കണ്ണെഴുതി പൊട്ടുതുണ്ട്, തലയിൽ മുല്ലപ്പൂവും ചൂടി ചിന്നമ്മ വീണ്ടും ഒരു മണവാട്ടിയാകണം. ഞാൻ വീണ്ടും ഒന്ന് കെട്ടണോന്നോ? നോ, മണവാട്ടിയെ പോലെ അഭിനയിക്കണമെന്ന്. ആദ്യ രാത്രിയിലേതെന്ന പോലെ കറിയാച്ചനെ മോഹിപ്പിക്കണം. കയ്യിൽ ഒരു ഗ്ലാസ് പാലിന് പകരം ബ്രാൻഡി, പ്ലേറ്റിൽ 1 കിലോ കറുത്ത മുന്തിരിക്ക് പകരം വറുത്ത കരിമീൻ. ദാമ്പത്യ ജീവിതത്തിൽ ഒടിവുകളും ചതവുകളും സാധാരണമാണ് സാർ. ബോഡി അറിയാതെ അത് സ്റ്റിച്ച് ചെയ്ത് ഡ്രസ് ചെയ്യുന്നതിലാണ് മിടുക്ക് കാണിക്കേണ്ടത്. ഇത് ബോഡിയുടെ പ്രശ്നമല്ലടാ സ്വാമി, മനസ്സിന്റെ പ്രശ്നമാണ്. മനസ്സിലായോ? എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. ഡോണ്ട് ബി എ പെസിമിസ്റ്റ്. ആത്മവിശ്വാസം കൈവിടരുത്. ഇതൊക്കെ സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഡോണ്ട് ബി സില്ലി. പക്ഷേ ഞാൻ പറയുന്നൊന്നും കേൾക്കാനുള്ള സന്മനസ് അവള് കാണിക്കുന്നില്ലല്ലോ. കുട്ടിക്കാലിന് സ്നേഹമുള്ളിടത്ത് പൊട്ടിത്തെറി ഉണ്ടാവുന്ന ഒരു ചെറിയ മഞ്ഞുതുള്ളി മതി, ഇല്ലേ മാങ്കുടി സാറേ? യു ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഡോണ്ട് വറി മിസ്റ്റർ നന്ദു, ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്ത് തരാം. അട്ടിപ്പ ഉടയ്ക്കടാ. ഏയ് ഞാനെടുത്തില്ല. പെട്ടെന്നുണ്ടായ ടെൻഷനിൽ ബോധം കെട്ട് വീണൂന്നല്ലാതെ നന്ദുവിനിപ്പോ യാതൊരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചെറിയൊരു നമ്പർ, അതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്ന മറ്റാരുമല്ലോ. അത് ശരിയാ, പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഒരു കള്ളം പറയാൻ. സത്യം മാത്രം പറയുന്ന ഒരു അരിച്ചത്രൻ. അതല്ലടോ, ഈ കളി പൊളിഞ്ഞാൽ ഇന്ദു സത്യം അറിഞ്ഞാൽ എനിക്ക് ധൈര്യമില്ലടോ. എനിക്ക് ധൈര്യമുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഡീൽ ചെയ്യാൻ പോകുന്നു. ഇന്ദു തന്നെ വിശ്വസിക്കൂ. വൈ നോട്ട്? ഇന്ദിരയുടെ മുമ്പിൽ ഞാൻ മനസ്സുഖം മാത്രം കൂട്ടിയല്ല, ഡോക്ടർ ഗോൺസാൽവസ് മനഃശാസ്ത്രം മണിച്ചിത്രത്തായോ. ഓക്കെ, കുറെ നേരം ആയാലും രണ്ടാളും കൂടി മൂലയ്ക്ക് മുറുമുറുക്കാൻ തുടങ്ങിയിട്ട്. ഒന്നുമില്ല, ഞങ്ങളൊരു കോൺഫറൻസിന്റെ കാര്യം പറഞ്ഞ. ശരി ഡോക്ടർ, ഇവിടെ വന്നു. നീ ഇങ്ങനെ കുത്തിയിരിക്കാതെ. ബാറിൽ തല്ലുണ്ടായ പരുക്കും വെച്ച് സെന്റിമെന്റ്സ് അടിച്ച ഒരിക്കൽ ഇന്ദിരയെ നിനക്ക് തിരിച്ചു തന്നില്ലേ? അതിന് നീ ഭാഗ്യമുള്ളവനാ. ഗോവേണിൽ നിന്ന് ബോധം കിട്ടു വീണ വകയില് നിനക്ക് ഞങ്ങൾ ഒരു പുനർജന്മം തരാൻ പോവാ. എങ്ങനെ? നിനക്കിപ്പോ എന്താ വേണ്ടത്? എല്ലാ പിണക്കങ്ങളും മറന്ന് ഇന്ദിര നിന്നെ സ്നേഹിക്കണം, അത്രയല്ലേ ഉള്ളൂ. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കി തരാം. നീ കണ്ണടച്ച് കിടന്നാ മാത്രം മതി. കിടക്കട. അല്ല എന്റെ ഇന്ദുട്ടി കിടക്കറാ ശൂലനാകണം. കിടക്കണം. നന്ദുവിന് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുള്ളത് ഇതെനിക്കറിയാലോ. പക്ഷെ അത് നന്ദേട്ടന് എന്താ അസുഖം? ഇങ്ങോട്ട് വരൂ. മെഡിക്കൽ സയൻസിൽ ബ്രെയിൻ ഓഫ് ഫ്രിഞ്ചീരിയ ഒട്ടോപ്പിക്ക എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് നന്ദു. അച്ഛനെ ഒന്ന് വിവരം അറിയിച്ചാലോ? അമേരിക്കയിലാവുമ്പോ. അമേരിക്കയിലെന്നല്ല, ലോകത്തൊരിടത്തും ഈ അസുഖത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. വൈദ്യശാസ്ത്രം
ഈ രോഗത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു രോഗിയാണെന്നുള്ള വിവരം ഒരിക്കലും അവൻ അറിയരുത്. മരിക്കുന്നത് വരെ അവൻ നമ്മളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എത്രയും സ്നേഹം കൊടുക്കാൻ കഴിയുമോ അത്രയും സ്നേഹം കൊടുക്കും. എത്രയും സന്തോഷിപ്പിക്കാൻ കഴിയുമോ അത്രയും സന്തോഷിപ്പിക്കുക. അതെ. ഒരപേക്ഷയുണ്ട്. എന്താ ഫാദർ? 1 മണിക്കൂർ വിട്ടു തരണം. കോളേജ് ഓഡിറ്റോറിയത്തിൽ വെക്കാനാ. കുട്ടികൾക്ക് ബോഡി കാണുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്യാലോ. അതിന് മരിച്ചിട്ടില്ല അച്ചോ. മരിച്ചിട്ടില്ലേ? ഇന്നലെ അറിഞ്ഞപ്പോ കരിഞ്ഞെന്ന് കരുതി. My Jesus. ബ്രെയിൻ ഓഫ് ഇഞ്ചീനിയ ഒട്ടോപ്പിക്ക. എന്റെ ദൈവമേ, പേര് കേട്ടാൽ തന്നെ ഏതോ വലിയ മാരക രോഗമാണെന്ന് ആർക്കാ തോന്നാത്തത്? പിന്നെന്തൊക്കെ പറഞ്ഞു? ഈ രോഗം ബാധിച്ചവർക്ക് ദീർഘായുസ് ഉണ്ടാവില്ലെന്നും പറഞ്ഞു. ഇന്നെനിക്ക് മനസ്സുകൊണ്ടാകാൻ വേണ്ടി ഞാൻ ഒരു തമാശ കൂടി പൊട്ടിച്ചു. ഈ രോഗത്തിന് ലോകത്ത് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നും ഞാൻ പറഞ്ഞു. അപ്പൊ എയ്ഡ്സ് പോലുള്ള രോഗമാണെന്ന് കരുതി കാണും. വായടക്കട. എന്റെ ഈശ്വര, പിന്നെ എങ്ങനെയാ അവള് കരയാണ്ടിരിക്കണേ? ഇത്രയും വലിയ ചതിയാണ് നിങ്ങൾ എന്നോട് ചെയ്തതെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. തൽക്കാലം കുറച്ച് നാളത്തെ കൂടി നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഐ വിൽ ടെൽ യു എ ഫിലോസഫി. ശാപമുണ്ടെങ്കിലേ ശാപമോക്ഷം ഉണ്ടാവൂ. ആൻഡ് വൺ മോർ തിങ്, ജൂലിയസ് സീസർ എനിക്കിനി അവളുടെ മുമ്പിൽ വേഷം കെട്ടാൻ പറ്റില്ല. അവളുടെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കറിയാലോ. ഇനിയും ഞാൻ അവളെ വിട്ടിയാക്കി എന്നറിഞ്ഞ എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നത് എനിക്ക് ഒരു പിടിയില്ല. ഞാനൊക്കെ തുറന്നു പറയാൻ പോവാ. പെട്ടെന്നങ്ങനെ തുറന്നു പറഞ്ഞ ഒന്നല്ല രണ്ടാ. തുറന്നു പറയാനുള്ള ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാ. വല്ലവനൊക്കെ പറഞ്ഞറിയുന്നില്ല നല്ലത് ഞാൻ തന്നെ പറയുന്നതല്ലേ. അവൻ അവിടെ ചെന്ന് ആകെ ചളാക്കൂ. ഇനി അവളെങ്ങാനും അമേരിക്കയിലോട്ട് വിളിച്ച് അളിയനെങ്ങാനും ഇങ്ങോട്ട് കെട്ടിയെടുത്താ എന്നാ സാറിന്റെ 16 അടിയന്തരം നടത്തിക്കൊണ്ടാ മതി. ഒരുപാട് നാളായി നല്ല ഒരു സത്യം ഉണ്ടിട്ട്. അതെ, ചെന്നിട്ടട വയസ്സായ മനുഷ്യന് ഒരു മര്യാദയൊക്കെ വേണ്ടടാ. ഹലോ, അതെ അങ്കിളാ. വിവരങ്ങളൊക്കെ അറിഞ്ഞു. കൺഗ്രാചുലേഷൻസ്. അങ്കിൾ, മോള് കരയാതിരിക്കൂ. നന്ദു അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനാവാൻ പോവല്ലേ, ലേശം കഴിച്ചിട്ടുണ്ട്. മോള് വഴക്കൊന്നും പറയണ്ട. ഇല്ല. അയ്യേ, മോള് ധൈര്യമായിട്ടിരിക്കേ. അങ്കിളല്ലേ പറയണേ, ഒക്കെ ശരിയാവും. ഓക്കെ. കുടിച്ചൂലേ? ആ കുടിച്ചു. വരൂ. ഞാൻ എന്തിനാ കുടിച്ചെന്ന് നീ എന്താ ചോദിക്കാത്തത്? എന്തിനായാലും എന്താ, നന്ദേട്ടന് ഇഷ്ടമായിട്ടല്ലേ. നന്ദേട്ടന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. ഓ, നീ ഇനി ഒന്ന് വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ എന്നോടൊന്ന് പിണങ്ങ്. എന്തിനാ പിണങ്ങണേ? എനിക്ക് ബോധ്യായി, മണിക്കൂറും മിനിറ്റും കണക്ക് കൂട്ടി അളന്നു തൂക്കി ജീവിക്കണത് ഒരു ജീവിതമല്ല. ഇത്തിരി ഉഴപ്പും മടിയും കുസൃതിയൊക്കെ കൂടുമ്പോഴേ ജീവിതത്തിനൊരു രസമുള്ളൂ. നന്ദേട്ടന് കുടിക്കണമെന്നുണ്ടെങ്കിൽ കുടിച്ചോളൂ, പക്ഷെ കുടിച്ചിട്ടിങ്ങനെ വണ്ടി ഓടിക്കണ്ടായിരുന്നു. അയ്യോ എന്റെ ഇന്ദൂട്ടി, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഇനി ഒന്നും പറയണ്ട. ഞാൻ നല്ല ബോധത്തോടു കൂടി തന്നെ സംസാരിക്കുന്നത്. അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? വാ. എന്റെ ഈശ്വര, ഞാൻ ഇനി ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? എന്റെ ഇന്ദൂട്ടി, എനിക്ക് ഒരേ അസുഖവും ഇല്ല. ഉണ്ടെന്ന് ആര് പറഞ്ഞു? പിന്നെ നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആകെ മാറി. ലൈഫ് എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. നിന്റെ മനസ്സിൽ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു വിഷമമില്ല. നന്ദേട്ടൻ വിഷമിക്കാണ്ടിരുന്നാ മതി. ഓ എന്റെ ഇന്ദൂട്ടി, ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നുണ്ടോ? ഇനിയെങ്കിലും ഒരു സത്യം ഞാൻ വെട്ടി തുറന്ന് പറയാം. എനിക്ക് യാതൊരു അസുഖവും. കീപ് ക്വൈറ്റ്. അത്താഴവും കഴിച്ച് എന്റെ കുട്ടി സുഖമായി കിടന്നുറങ്ങണം. ഓ, അയ്യോ, എന്ത് പറ്റി? തേങ്ങ കൊല.